ഞാനൊരു യാത്രയിലാണ്, അതിനിടയിലാണ് വാർത്തകളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇറ്റലിയിലാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഞാനൊരു കാറ് റെന്റിനെടുത്ത് ഇറ്റലി വന്നു. ഇറ്റലിയിൽ മിലാന്, റോം കഴിഞ്ഞ് ഇപ്പം പിസ ഗോപുരം കണ്ടിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇറാൻ യുദ്ധം ഇപ്പൊ തീരും, ഇന്ന് സമാധാന ചർച്ച, നാളെ ഒപ്പിടും, മറ്റൊന്ന് ഒപ്പിടും എന്നൊക്കെ നടക്കുമ്പോഴും അവിടെ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണമായത് അമേരിക്കയുടെ ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ ഹോർമസ് കടലിടുക്കിൽ വെടിവെച്ചിട്ടു. ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ പാകിസ്ഥാനും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ അതീവ രഹസ്യമായിട്ട് ട്രംപ് നിയോഗിച്ച വ്യക്തികൾ മധ്യസ്ഥതയിൽ അവിടെ ചർച്ചകൾ നടക്കുമ്പോൾ പോലും തിരിച്ചടിക്കുന്നു. അപ്പാച്ചെ പൊട്ടിച്ചതിന് തിരിച്ചടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവര് ഒരു ബഹ്റിനിലും കുവൈറ്റിലും ഒക്കെ വീണ്ടും ആക്രമണം നടത്തുന്നു, തിരിച്ച് വീണ്ടും അടിക്കുന്നു. അടിയും സമാധാന ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഈ മധ്യസ്ഥ ചർച്ചയിലോ സമാധാന കരാറിലോ ഞങ്ങള് ഭാഗമല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇസ്രായേലിന് ഇതിൽ യാതൊരു പങ്കില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ യുദ്ധം കൊണ്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഇലക്ഷൻ നേരിടണം. അദ്ദേഹം ഇവിടെ UFC ഫൈറ്റിംഗ് നടത്തുന്ന അദ്ദേഹത്തിന്റെ 80ാം പിറന്നാളാണ് ഞായറാഴ്ച. അപ്പൊ അമേരിക്കയുടെ 250ാം വാർഷികമാണ്. അദ്ദേഹത്തിന്റെ പദ്ധതികളൊന്നും നടക്കണില്ല. കാരണം ഈ അദ്ദേഹം ഒരു പുലിയുടെ വാല് പിടിച്ച പോലെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ട്രംപ്. നമ്മൾ ഇനി ഇതിന്റെ കുറച്ച് ഈ യുദ്ധത്തിന്റെയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഷാ ഭരണകൂടം ഈ 50-53 ഷാ ഭരണകൂടം ആയിരുന്നു ഇവിടെ ഭരണത്തിലിരുന്നിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ അമേരിക്ക വളരെ ശക്തമായ ബന്ധമാണ്. നമുക്കറിയാം 50കളിലൊക്കെ UK, അതായത് ബ്രിട്ടന് നല്ല സ്വാധീനം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് UKയും റഷ്യയും ഒക്കെ അന്നുണ്ടായിരുന്ന പിതാവായ ഷായനെ മാറ്റിയിട്ട് മകൻ ഷായനെ അധികാരത്തിൽ കൊണ്ടുവന്നു 1953. അതിനുശേഷം 60-70കളിലൊക്കെ അമേരിക്ക വലിയൊരു ശക്തിയായി നിൽക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹ്യകക്ഷി പോലെയായിരുന്നു ഇറാൻ. അവിടെ പാശ്ചാത്യ ലോകത്തിന്റെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. അപ്പോ ഈ ഇതിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ 72-ലൊക്കെ അന്നത്തെ റിച്ചാർഡ് നിക്സൺ, അമേരിക്കയുടെ ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് ആണ് റിച്ചാർഡ് നിക്സൺ ഇറാനുമായിട്ട് വ്യക്തമായ ബന്ധം സ്ഥാപിച്ചിരുന്നു. അവിടെ സൗദിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക എണ്ണ ഉൽപാദനവുമായിട്ട് ബന്ധമായിരുന്നെങ്കിൽ, ഇറാനുമായിട്ട് സൈനിക തലത്തിലുള്ള ബന്ധം 70കളിലും 72ലും 73ലും ഒക്കെ റിച്ചാർഡ് നിക്സൺ സ്ഥാപിച്ചു. അന്ന് ഹെൻറി കിസിഞ്ചർ ആയിരുന്നു വിദേശകാര്യ സെക്രട്ടറി അമേരിക്കയുടെ. അപ്പൊ അവരുമായിട്ട് വ്യക്തമായിട്ട് ബന്ധം ആ സമയത്ത് സ്ഥാപിച്ചിട്ട് നമ്മള് പിന്നീട് നോക്കുമ്പോൾ നിക്സൺ അന്നത്തെ ഷാ ഭരണകൂടത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് അണുവായുധം ഒഴികെയുള്ള എല്ലാ ആയുധം തരാം, ഇവിടുത്തെ കാര്യം നിങ്ങൾ നോക്കണം. അതായത് ഓരോ പ്രദേശത്തും അമേരിക്ക ലോകത്തിന്റെ പോലീസായിട്ട് വാഴുമ്പോൾ ലോക്കൽ സ്റ്റേഷനുകൾ തുറക്കുന്ന പോലെയാണ്. ഒരു ലോക്കൽ സ്റ്റേഷൻ ആയിരുന്നു അന്നത്തെ ഇറാൻ. അത്രമാത്രം പരിഷ്കാരവും അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിന്നിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. അവിടെ നിന്നാണ് ഖമേനി അന്ന് പുറത്തായിരുന്നു. ഖമേനിനെ എക്സൈൽ, തുർക്കിയിലൊക്കെ ഒളിച്ചു താമസിക്കായിരുന്നു ഖമേനി, ഇതിന്റെ ശല്യം കാരണം. ആ ഖമേനി പോയിട്ട് പിന്നെ അവിടെ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, ദാരിദ്ര്യം വന്നു, സമ്പദ് വ്യവസ്ഥയിൽ ഇടിവ് വന്നു ഷാ ഭരണകൂടത്തിന്റെ ദുർഭരണത്തിന്റെ ഫലമായിട്ട്. അതിന്റെ പേരിൽ അവിടെ റൈറ്റ്സ്, അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങള് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ധൂർത്തും ആർഭാടവും പാശ്ചാത്യ രീതിയിലുള്ള ഇതായിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള പ്ലാനിങ്ങോ ഒന്നും ഇല്ലാതാണ് ഇത് നടത്തിയിരുന്നത്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് 78 വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ഇറാനിലെ ടെഹ്റാനിലും എല്ലാ നഗരങ്ങളിലും ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് വേണമെങ്കിൽ സദാം ഹുസൈനെ പോലെയോ മുഅമ്മർ ഗദാഫിയെ പോലെയോ ഷാ ഭരണകൂടത്തിന് ജനങ്ങളെ കൊന്ന് പേടിപ്പിച്ച് വീടുകളിൽ ഇരുത്തേണ്ടതായിരുന്നു. ഷാ ഭരണകൂടം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അന്ന് 78 കാലഘട്ടത്തില് ഇത് സംഭവിച്ചപ്പോ ജനങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തിയില്ല. ഒരു 10, 200, 1000, 2000 ആൾക്കാരെ വെടിവെച്ച് കൊന്നുന്നുണ്ടെങ്കിൽ തെരുവിൽ ഇറങ്ങുന്നവരെ അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുക. കാരണം
ഒന്നാമത് ഇവര് രാജഭരണമാണ്. അന്ന് അങ്ങനെ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഷാ ഭരണകൂടത്തിന് ഭരണം നഷ്ടപ്പെടില്ലായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഇപ്പൊ അറബ് രാജ്യങ്ങളിൽ കാണുന്ന പോലെ പരമ്പരാഗതമായിട്ട് തലമുറകളായിട്ട് 10, 100, 150 വർഷമായിട്ട് പാരമ്പര്യമായിട്ട് ഈ അധികാരം കൈമാറുന്ന സ്ഥിതിയാണ് അറബ് ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പൊ ഷാക്ക് അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങളെ അടിച്ചൊതുക്കിയില്ലാത്തത് കൊണ്ട് കാരണമാണ്. നമ്മൾ അത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യം അല്ലെങ്കിൽ കൂടി ഷാ ഭരണകൂടത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ആ പ്രക്ഷോഭത്തിന് അടിച്ചമർത്തിയില്ല. അത് കഴിഞ്ഞ് 78 കഴിഞ്ഞ് 79 വന്നപ്പോഴേക്കും ഖമേനി തിരിച്ചു വന്നു. കാരണം അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി, ഇദ്ദേഹത്തിന്റെ കൈവിട്ടുപോയി കാര്യങ്ങള്, ഷാ ഭരണകൂടത്തിന്റെ. ഖമേനി തിരിച്ചു വന്നിട്ട് ഈ പ്രക്ഷോഭത്തിന് തീ വെച്ചു കൊടുത്തു. അങ്ങനെ 79 ഖമേനി വന്ന്, ഖമേനി ഒരു മതാചാര്യൻ കൂടിയാണ്, സുപ്രീം ലീഡർ. അദ്ദേഹം വന്നിട്ട് ജനങ്ങൾക്ക് ആവേശം നൽകി മതം വീണ്ടും കൊണ്ടുവന്നു. അമേരിക്കൻ എംബസി ഇത് ചെയ്തു, കയറിയിട്ട് അവര് പിടിച്ചെടുത്തു. 52 അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ടെഹ്റാനില് അവര് ബന്ദിയാക്കി. 444 ദിവസം ബന്ദിയാക്കി വെച്ചു. ആ ഒരു ചരിത്രം, 47 വർഷത്തെ ചരിത്രം പിന്നീട് ഇറാൻ ജനതയുടെ ഒരു ചൊൽപ്പുടിക്ക് ഖമേനി കൊണ്ടു നടന്നു. അങ്ങനെ ആണ് ഇപ്പൊ ഖമേനിമാരുടെ കാലഘട്ടം ഈ ഫെബ്രുവരി 28 2026 അദ്ദേഹത്തിന് കൊന്നോടുകൂടി ഖമേനി കാലഘട്ടം വിട്ടുപോയി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് സുപ്രീം ലീഡർ മൊജദാബ. അദ്ദേഹത്തിന് ഇപ്പൊ അംഗവൈകല്യം സംഭവിച്ച അദ്ദേഹത്തിന് ഭരണം ഭരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം ആണ് ഭരണതലത്തിലിരിക്കുന്നത്. ഒരു പക്ഷെ അദ്ദേഹത്തിന് അത്ര നാൾ കൊണ്ടു നടക്കാം. പെസഷ്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖമേനിയുടെ കാലഘട്ടത്തിന് ശേഷം ഇറാന്റെ പട്ടാളത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അമേരിക്കയോ ഇസ്രായേലോ അവിടേക്ക് യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാല് അവര് ശക്തമായിട്ട് നേരിടാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ ട്രംപ് ആഗ്രഹിക്കുന്നത് 1979 മുമ്പുള്ള അമേരിക്കയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത്. തന്നെയല്ല, യുദ്ധത്തിൽ നിന്ന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വേറെ മോഹങ്ങളുണ്ട് അമേരിക്കയിൽ. അദ്ദേഹത്തിന് ഇനി 2 കൊല്ലം ഭരിക്കാൻ തികച്ചില്ല. ആ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും കൊണ്ടു നടന്ന് അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ മോഹം. നവംബറിൽ മിഡ് ടൈം ഇലക്ഷൻ വരുന്നു, ഗവർണർമാരുടെ ഇലക്ഷൻ വരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഈ ഇലക്ഷൻ തന്നെയല്ല ഇവിടെ പെട്രോൾ വില, ഇവിടുത്തെ സാധനങ്ങൾക്ക് 4.7% സാധനങ്ങൾക്ക് വില കൂടിയാണ് അമേരിക്കയിൽ. അതൊരു വലിയൊരു വില കൂടുതലാണ്. അമേരിക്കയിൽ ഇപ്പൊ സാധാരണക്കാരന്റെ കീശ കീറുന്ന പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ട്രംപിന് ഇത് അധികം നാൾ കൊണ്ടു നടക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി ട്രംപ് അതുകൊണ്ടാണ് എപ്പോഴും ഇന്ന് നിങ്ങൾക്ക് 3 ദിവസം തരും, 2 ദിവസം തരും എന്ന് പറഞ്ഞപ്പോൾ മാസങ്ങളായി അദ്ദേഹം ഇവരുടെ ഈ അസീം മുനീർ, പാകിസ്ഥാനിലെ അസീം മുനീർ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ പിടിച്ച് ഒരു കണക്കിന് ഒത്തുതീർപ്പിൽ ഇവരെ എത്തിച്ച് കൊണ്ടുവന്ന് ഇത് ചെയ്യണം. അത് നെതന്യാഹുവിനെ പെണക്കിട്ടായാലും ലോകത്തെ മുഴുവൻ പെണക്കിട്ടായിട്ട് പോലും. ഇതിനിടയിൽ നമുക്കറിയാവുന്ന പോലെ ട്രംപ് പറഞ്ഞു ഈ ഇന്ത്യയുടെ ഒരു കപ്പൽ മുക്കിയിട്ടുണ്ട്. മറ്റേ ഇന്ത്യൻ 24 ഇതുള്ള ഒരു ഇന്ത്യൻ നേവിയുടെ ആൾക്കാരൊക്കെ, മെർച്ചന്റ് നേവിയുടെ ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് 4ഓളം. അതൊക്കെ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒത്തുതീർപ്പ് ചിലപ്പോൾ ഒരു പക്ഷെ നാളെ തന്നെ നടന്നുകൂടായികയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചത്. ചരിത്രപരമായിട്ട് ഈ റിച്ചാർഡ് നിക്സൺ അന്നൊക്കെ എല്ലാ ആയുധങ്ങളും ഇറാന് കൊടുത്ത് ഇറാനെ സഖ്യകക്ഷിയായിട്ട് മാറ്റി. ഏറ്റവും വലിയ സഖ്യകക്ഷി UK പോലെയുള്ള ഒരു സഖ്യകക്ഷിയായിട്ട് നിർത്താനായിട്ടായിരുന്നു അന്നത്തെ ലക്ഷ്യം. അവിടെ നിന്ന് ഖമേനിമാര് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് വലിയൊരു ലോകത്തെ വലിയൊരു ഇതിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഉള്ളതാണ് ഇവിടുത്തെ വാസ്തവം.